പരസ്പരം പിന്തുണ നൽകുക. ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളികൾക്ക് പരസ്പരം പിന്തുണ നൽകാൻ ശ്രമിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിൽ പരസ്പരം സഹായിക്കുക. ഒരുമിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യാം. നല്ല ഭക്ഷണം കഴിക്കാനുള്ള പ്രോത്സാഹനം. ഇതൊക്കെ ആരോഗ്യവും ഊർജ്ജസ്വലതയും നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വികാരങ്ങളെയും പെരുമാറ്റത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ ഊർജ്ജസ്വലമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിലൂടെ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. തുറന്ന് സംസാരിക്കുക. എല്ലാ ബന്ധങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ആ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഒരു ബന്ധത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വഴക്കുകൾ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യാതെ സംഭാഷണത്തിന് ഒരു ഇടവേള എടുക്കുക. നമ്മുടെ ദേഷ്യം ഒന്ന് അടങ്ങാൻ സമയം കൊടുക്കുക. അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിനു പകരം യോഗയോ വ്യായാമമോ ഒക്കെയുള്ള മാർഗങ്ങളിലൂടെ ആ നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്തേക്ക് കളയാൻ ശ്രമിക്കാം. അതിനുശേഷം ശാന്തമായിരുന്ന് പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുക. ഇത് പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. സന്തോഷം കണ്ടെത്തുക. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഒരു ബന്ധത്തിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട്. ബന്ധത്തിൻ്റെ ആഴം കൂട്ടാൻ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. ഒരുമിച്ച് നൃത്തം ചെയ്യാം. പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരി നൽകാം. പ്രകൃതിയുടെ സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കാം. അല്ലെങ്കിൽ ആത്മാർത്ഥമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാം. ഇതെല്ലാം ഈയൊരു വിഭാഗത്തിൽ ഉൾപ്പെടും. ശാരീരിക അടുപ്പം പോലെ തന്നെ പ്രധാനമാണ് വൈകാരികമായ അടുപ്പവും. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താനുള്ള മനഃപൂർവമായ ശ്രമം ഒരു സാധാരണ ബന്ധത്തെ പോലും ഊർജ്ജസ്വലവും സന്തോഷകരവുമാക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.